ഓരോകളെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുൻപിൽ വീഡിയോയിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയവും മതവും പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുന്നതാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും ചെയ്താൽ അതിനെ ന്യായീകരിക്കാനായിട്ട് പലരും ആ കൂട്ടത്തിൽ നിന്ന് വരും. അതുപോലെ തന്നെയാണ് ഇന്ന് ടിനോ ജോർജ് എന്ന ബെന്തിക്കോസ്ത് അപ്പോസ്തലൻ, പാസ്റ്ററല്ല അപ്പോസ്തലൻ, ഒരു വാക്ക് വാക്കല്ല, അദ്ദേഹം ഒരു കൂട്ടായ്മ നടക്കുന്ന സമയത്ത് അയാൾ എവിടെയോ പള്ളിയിലോ വെച്ച് സംസാരിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ പ്രസംഗം. അതായത് പള്ളിക്ക് പൈസ കൊടുക്കരുത്, അങ്ങനെ ചെയ്ത് ഇങ്ങനൊക്കെ ചെയ്യരുത് പറയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് കിട്ടാനുള്ള അനുഗ്രഹം ഞാൻ തടഞ്ഞു നിർത്തും എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശരി, അത് നല്ലത് തന്നെ. അപ്പോൾ ഇന്ന് നല്ലൊരു മനുഷ്യൻ സാംകുട്ടി ചാക്കോ നിലമ്പൂരിൽ നിന്ന്, അദ്ദേഹം വളരെ കാര്യമായിട്ട് ഈ ടിനോ ജോർജ് പല തെറ്റുകളും ചെയ്തു. തെറ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയരുതാത്ത കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ ഈ സാംകുട്ടി ചാക്കോ നിലമ്പൂരിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ സജി ചാത്തന്നൂരിനെ അറിയുമോ? ഏതായാലും ടിനോ ജോർജിനെ അറിയും. നിങ്ങളെ സാംകുട്ടിയെ ഒരുപാട് പേര് ബെന്തിക്കോസ്തയിലെ ആൾക്കാർ, പാസ്റ്റർമാരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സജി ചാത്തന്നൂരിനെ താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ജോഷുവ രൂത്ത് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യൻ ലോകത്ത് വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ നിന്നെടുത്ത് പറയുന്നുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ട് കാണത്തില്ല. നിങ്ങൾ അത്ഭുത പ്രവൃത്തികൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അതാണ് ഇതിനകത്തെ കാര്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയും സാംകുട്ടി പറഞ്ഞല്ലോ, ഒരു പള്ളികൾ നടത്തണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. അതായത് പഴയ കാലത്താണെന്ന് 10 ദശാംശം കൊടുക്കുക എന്നുള്ളത്, അതിപ്പോഴില്ല. പക്ഷെങ്കിൽ ഈ പള്ളികളൊക്കെ നടത്തിക്കൊണ്ട് പോകണ ഒരുപാട് ചിലവുണ്ട്. അതുകൊണ്ട് പിരിവില്ല, അതൊക്കെ പറ്റില്ല. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഈ മനുഷ്യൻ, നിങ്ങൾ ഈ സാംകുട്ടി ചാക്കോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ആരും നിർബന്ധിച്ചില്ല. നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്ന നിങ്ങൾ സൗജന്യമായി കൊടുക്കുക. നിങ്ങൾ ഈ 10 100 ദേവാലയങ്ങൾ പണിത കാശ് ആരുടേതാണ്? എവിടുന്നാണ് ഈ കാശ്? അതുണ്ടാക്കാമെങ്കിൽ പിന്നെ അവിടുന്ന് വിശ്വാസികൾ നിങ്ങൾക്ക് ഒന്നും കയ്യിൽ തരുന്നില്ലയോ? നിങ്ങൾ സ്വോത്ര കാഴ്ച നേർച്ചകൾ എടുക്കുന്നില്ലയോ? ഈ കാശൊക്കെ പോകുന്നു. സാംകുട്ടിക്ക് ടിനോ ജോർജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? ടിനോ ജോർജ് കല്യാണം കഴിച്ചതാണോ? മക്കളുണ്ടാണോ? ഉണ്ടോ? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അതുതന്നെയല്ല, ഇത്രയും നാൾ ടിനോ ജോർജ് എങ്ങനെയാണ് പിടിച്ചത്? 100 പള്ളികളുണ്ടെന്നാണ് എനിക്ക് ടിനോ ജോർജിന്. അപ്പോൾ ഈ പള്ളികളൊക്കെ ഇത്രയും നാൾ ആരാണ് സംരക്ഷിച്ചത്? ഈ ടിനോ ജോർജ് തന്നെയാണ്. ടിനോ ജോർജിൻ്റെ കയ്യിൽ നിന്നും മാത്രം കാശ് വേണം, എവിടൊക്കെ സമ്പാദ്യം ഉണ്ടാകുമെന്ന് സാംകുട്ടി ചാക്കോയ്ക്ക് പറയാമോ? സാംകുട്ടി ചാക്കോ ടിനോ ജോർജ് ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞു. പിന്നെ അതിനേക്കാൾ അപ്പുറത്താണ് പറഞ്ഞ് ഇങ്ങനൊരു സഭ നടത്തിക്കൊണ്ട് പൈസയുടെ ചിലവുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ പറ. ഇങ്ങനെ ഉണ്ടെങ്കിൽ സാംകുട്ടിയെ ന്യായീകരിക്കാൻ വന്ന ഈ ടിനോ ജോർജിനെ ന്യായീകരിക്കാൻ വന്ന സാംകുട്ടി പറ, ടിനോ ജോർജിൻ്റെ കാശില്ല. അവൻ്റെ എത്ര കോടി രൂപ ഉണ്ടെന്ന് നിങ്ങൾ വല്ല ചിന്തിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളത് പറ. ഇനിയും വേണ്ട, അതൊക്കെ വിട്ടേരെ. ഞാൻ സാംകുട്ടി ചാക്കോ നിലമ്പൂരിനോട് ചോദിക്കുകയാണ്, നിങ്ങളും ബ്രദറോ ബെന്തിക്കോസ്തിലോ ഉള്ള ഒരു വ്യക്തിയാണ്.
കാരണം നിങ്ങളെ ബന്ധിക്കോസിൻ്റെ ബ്രദറിലെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചാനലുണ്ടൊക്കെ എന്നാ എൻ്റെ അറിവ്. ഏതായാലുമുള്ള സാം കുട്ടിച്ചാക്കോ നിങ്ങളുടെ ബ്രദറോ ബന്ധിക്കോസിലുള്ള പാസ്റ്ററോ ബ്രദറോ അല്ലെങ്കിൽ അപ്പോസ്തലനോ ആരെങ്കിലും നിങ്ങൾ എല്ലാ മൂക്കിനും മൂലിലും രോഗശാന്തി ശുശ്രൂഷ ബോർഡ് വെച്ചിട്ട് ശുശ്രൂഷ നടത്തുന്നുണ്ടല്ലോ. അത് പോട്ടെ, ഞാൻ 2 വ്യക്തികളെ രോഗികളെ കൊണ്ടുവരാം. സാംകുട്ടി ചാക്കോടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ 2 രോഗികളെ കൊണ്ടുവരാം. നിങ്ങളുടെ ബ്രദർ ബന്ധിക്കോസിലെ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ നിങ്ങൾ സുഖപ്പെടുത്തുക, പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് 50 ലക്ഷം ഓൺ ദ സ്പോട്ടിൽ തരുന്നതായിരിക്കും. നിങ്ങൾ ചുണയുണ്ട് അത് എഗ്രി ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത്, മക്കളെ, ബൈബിളിൽ പറഞ്ഞത് രോഗിക്ക് വൈദ്യുതിയെ കൊണ്ട് ആവശ്യമാണ്. ചികിത്സയും പ്രാർത്ഥനയും വേണം അവിടെ. നിങ്ങളെ ഈ അത്ഭുത പ്രവൃത്തി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 50 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ടിൽ തരുന്നതായിരിക്കും. ഞാൻ പറയുന്ന സ്ഥലത്ത്, അതായത് ഹോസ്പിറ്റലിൽ, അതായത് രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരക്കത്തുള്ളൂ. ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ രോഗികളെ കൊണ്ടുവരും. നിങ്ങൾ പറയുന്ന സമയത്ത് രോഗികളെ കൊണ്ടുവരും. നിങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ രോഗിയെ 2 സുഖപ്പെടുത്തുന്നു. 50 ലക്ഷം രൂപ ഞാൻ തരും. നിങ്ങൾക്ക് ചോണയുണ്ട്, എൻ്റെ മുന്നേ വാ. നിങ്ങളെ ന്യായീകരിക്കുക. നിങ്ങളെ ഒരു കാര്യം പറഞ്ഞു, ലോകത്തിലൂടെ സഭയും ആ സ്ഥാപിച്ചോ അല്ല. നിങ്ങൾ സഭ, ബെന്തിക്കോസ് സഭ, ഇന്ന് ഞാൻ പറയട്ടെ, മുക്കിന് ഷെഡ് കാട്ടി ക്രിസ്ത്യൻ മനുഷ്യരെ പോലെ വക്രത പിടിച്ച ഒരു ജനത വേറൊന്നുമില്ല. ക്രിസ്തുവിനെ വിറ്റ് തിന്നാനായിട്ട് മുക്കിന് അത് ബെന്തിക്കോസ്. അവർ മുക്കിന് ഷെഡ് പണിത് വെച്ച് വീടിൻ്റെ മേളിൽ ടാർപോളിൻ മടിച്ചു കെട്ടി പ്രസംഗമാണ്, രോഗശാന്തി സൂചിച്ച പ്രസംഗം, വചനപ്രഘോഷമാണ്. അവിടെ വരുന്നവരാരാ? അവർ ബൈബിൾ കണ്ടിട്ടില്ലാത്തവരാണ്, ബൈബിൾ വായിക്കാത്തവരാണ്. അവരിത് കേൾക്കുമ്പോൾ അവർ അതിശയിക്കുകയാണ്. വേറൊരു കാര്യമാണ്, ഈ പാസ്റ്റർമാർ അന്യോന്യം ഓരോരുത്തരും ന്യൂസ് പിടിക്കും, എന്നിട്ട് അത് വിളിച്ചു പറയും. അപ്പോൾ വിചാരിക്കും, എന്നെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടോ, ഇത്രയും അറിവുണ്ടോ? എൻ്റെ സാംകുട്ടി അല്ലെ ടിനു ജോർജ്, നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന എത്ര ഫലിക്കുമെന്നുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കല്ല, പ്രഘോഷിക്കുകയല്ല, പ്രാർത്ഥനയല്ല, നിങ്ങൾ വചനം പ്രഘോഷിക്കാനുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഈ രോഗശാന്തി. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന 2 രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കുക. ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ആ രോഗിയെ കൊണ്ടുവരും. നിങ്ങൾ ആ രോഗിയെ സൗഖ്യമാക്കിയല്ല, ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ക്യാഷോ ചെക്കോ ഞാൻ അവിടെ 50 ലക്ഷത്തിൽ തന്നിരിക്കും. നിങ്ങൾ ഈ ഓരപ്പാമ്പ് കാണിച്ച് ലോകത്തെ മുഴുവൻ, കേരളത്തിലെ ജനതയെ മുഴുവൻ വിദ്യയാക്കരുത്. ന്യായീകരിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയും. സാംകുട്ടിയെ ന്യായീകരിക്കാൻ, സാംകുട്ടി തെറ്റ് ചെയ്തെന്ന്. അവർ തെറ്റാണ്. സാംകുട്ടി ഇന്നാണോ ഈ പ്രവൃത്തി തുടങ്ങിയത്? സാംകുട്ടി എത്ര പഠിച്ചു? ഈ ടിനു ജോർജ് ഇന്നാണോ ഈ പ്രവർത്തനം തുടങ്ങിയത്? സാംകുട്ടി ഒന്ന് പറ, എത്ര വർഷമായി ടിനു ജോർജ് ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്? ഇന്നാണോ നിങ്ങൾ സാംകുട്ടി നിങ്ങളുടെ ഭാഗത്ത് തുറന്നത്? ഇന്ന് പബ്ലിക് എഗ്നൈസ് ആയപ്പോഴേ നിൻ്റെയൊക്കെ രോഗശാന്തി സൂക്ഷിച്ച ബ്രദർ ബന്ധിക്കോസ് സഭകളെ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കത്തോലിക്കരെ ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല, കാരണം അവരെ പുറകെ ഞാൻ പിടിച്ചോളാം. ബ്രദർ ബന്ധിക്കോസ് രോഗശാന്തി സൂക്ഷിച്ച് നടത്തുന്നവരെ നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. സാംകുട്ടിയോ ടിനു ജോർജോ അല്ലെങ്കിൽ മറ്റേ കുറേ പാസ്റ്റർമാരുണ്ട് രോഗശാന്തി നടന്നവരെ, ഏതെങ്കിലും ഒരുവൻ എൻ്റെ മുന്നിൽ, എൻ്റെ ഇതിനകത്ത് വന്ന് എന്നോട് പറയാം, ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു, 50 ലക്ഷം രൂപ എനിക്ക് തരണം, ഞാൻ കൊണ്ടുവന്ന 2 രോഗികളെ നിങ്ങൾ സുഖപ്പെടുത്തിയാൽ മതി. സൗകര്യമോ? നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം.
നിങ്ങൾ ഏതാ പോയിനാ, നീയൊക്കെ വേറെ വല്ല പണി നോക്കടാ. പണ്ടൊരു രാജാവ്, കേരളത്തിൽ രാജാക്കന്മാർ ഒരുപാടുണ്ടായിരുന്നു. അയലക്കത്തെ രാജാവ് ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ രാജ്യത്തെ ഈ സ്ഥലത്തെ രാജാവിന് ക്ഷവരക്കാരൻ ചെന്ന് ഒരു ദിവസം രാജാവ് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിക്കിടന്നപ്പോൾ പുള്ളി രാജാവിനെ ഉണർത്തണ്ട നിങ്ങളുടെ അനങ്ങാതെ ക്ഷവരം ചെയ്ത് ചെയ്യുപോന്നു. അപ്പോൾ രാജാവ് ഉടനെ നോക്കിയപ്പോൾ എൻ്റെ ക്ഷവരം ചെയ്തിരിക്കുന്നു. ഉടനെ അവനെ വിളിച്ചു, എന്തുവാ ഇടാ നീ ഇതെങ്ങനെ ചെയ്തു? രാജാവേ, ഇത് വലിയ പ്രയാസമുള്ള ജോലിയൊന്നുമല്ല. അപ്പോൾ ഇവന് മനസ്സിലായി രാജാവ് ഇപ്പം നമ്മുടെ കയ്യിലാണ്. രാജാവേ, എന്തിനാ ഈ പട്ടാളത്തെ ഇത്രയും നോക്കി ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഒരു പട്ടി വന്ന് കുറച്ച് ഈ പട്ടാളക്കാരൻ ഓടിപ്പോവും. രാജാവിൻ്റെ നല്ല സമയം. രാജാവിന് തോന്നി അത് ശരിയാണ്. രാജാവ് മിലിറ്ററി മുഴുവൻ പിരിച്ചു വിട്ടേച്ച് പട്ടിയെ വളർത്താൻ തുടങ്ങി. അയൽവക്കത്തെ രാജാവ്, അടുത്ത രാജ്യത്തെ രാജാവ് മനസ്സിലാക്കി ഇവൻ പട്ടിയെ വളർത്തുകയാണ്. അവൻ ഇങ്ങോട്ട് വന്ന് 2 വെടി പൊട്ടിച്ച പട്ടിയെല്ലാം അവിടെ ഇവിടെ ഓടി. രാജാവിനെയും അവൻ്റെ സെക്രട്ടറി അല്ല, അവൻ്റെ അസിസ്റ്റൻ്റ് ഈ ക്ഷവരക്കാരൻ്റെ അവനെയും പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഇവർ അവിടെ ഇരിക്കുക. അവർ എന്ത് ചെയ്യാനൊന്നും ചെയ്യണ്ട. അപ്പം ഈ പിടിച്ചുകൊണ്ട് പോയ രാജാവ് നോക്കിയപ്പോൾ ഇവർ പാവങ്ങൾ എന്ത് ചെയ്യാൻ, അവരെ ഇട്ടെന്തിന് അവരോട് വന്ന് പറഞ്ഞു, നിങ്ങളെന്നാൽ അവിടെ പോയിട്ട് പ്രശ്നമുണ്ടാക്കാതെ ജീവിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അവർ പറഞ്ഞു ശരി. അപ്പം മറ്റേ രാജാവ് പോയി കഴിഞ്ഞപ്പം ഈ തടങ്കലിൽ കിടക്കുന്ന രാജാവ് ക്ഷവരക്കാരനോട് ചോദിച്ചു, എടാ നമ്മൾ നാട്ടിൽ പോയി എന്തോ ചെയ്യും? ഉടനെ പുള്ളി മടി തുറന്നേച്ച് ഒരു കത്തി എടുത്ത് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നാട്ടിൽ പോയി ചരയ്ക്കാമെന്ന്. ഇത് തന്നെ പെന്തിക്കോസ്ത് സഭയോട് എനിക്കിപ്പോൾ പറയാനുള്ളൂ.